ഹായ് ഡിയേഴ്സ്, ഓണം സീരീസിൽ ഇന്ന് കൂട്ടുകറിയാണ്. ഒത്തൻറ്റിക് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനായി ഒരു പിടി കടലപ്പരിപ്പ് കുറച്ച് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് വേവാൻ വയ്ക്കുക. അതിനുശേഷം ചേനയെടുത്ത് മീഡിയം സ്ക്വയർ പീസസായി കട്ട് ചെയ്യണം. ചിലർക്ക് ചേന കയ്യിൽ തട്ടിയാൽ ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചേന കട്ട് ചെയ്യാൻ. പക്ഷേ ഇവിടുത്തെ അമ്മയ്ക്ക് അങ്ങനെ അലർജി ഇല്ല കേട്ടോ. ഈ സൈസ് വേണം ചേനയുടെ കഷ്ണങ്ങൾ. ചേന മുറിച്ചതും വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ, അല്ലെങ്കിൽ അത് കറുത്തു പോവും. ചേന 3-4 പ്രാവശ്യം കഴുകി നമ്മുടെ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞളുമിട്ട് നല്ലപോലെ ഇളക്കി മൂടി വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം വേണം കേട്ടോ അതിനകത്ത്. അടുത്തത് കുമ്പളങ്ങ എടുത്ത് ചേനയുടെ അതേ വലിപ്പത്തിലുള്ള സ്ക്വയർ പീസസ് ആക്കുക. ഇതൊരു തരം ടൈം മാനേജ്മെൻ്റ് ആണ് കേട്ടോ. പരിപ്പ് വേകുമ്പോഴേക്കും ചേന മുറിച്ചിട്ടു, അതിനുശേഷം കുമ്പളങ്ങയും റെഡി. അപ്പോഴേക്കും നമ്മുടെ ചേന പാതി വേവായിട്ടുണ്ടാവും. ഇതിലേക്ക് മുറിച്ച് വെച്ച കുമ്പളങ്ങ കഷ്ണങ്ങളിട്ട് 1.5 സ്പൂൺ മുളക് പൊടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കും. ഈ ഗ്യാപ്പിൽ നമുക്ക് 2 പിടി തേങ്ങ ചിരവി വയ്ക്കാം. ഏകദേശം കഷ്ണങ്ങൾ 3/4 വേവായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 അച്ച് വെല്ലവും 1 സ്പൂൺ ഉപ്പുമിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി അടച്ച് വെക്കരുത്. ഒരു മിക്സി ജാറിലേക്ക് 2 പിടി തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യുക. ഒട്ടും വെള്ളം ഒഴിക്കരുത്, അരഞ്ഞു പോവുകയും അരുത്. അതിൻ്റെ 3/4 ഭാഗം എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ബാക്കിയുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായി അരച്ചെടുക്കുക. ഇതിനെ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇടാം. അതിൻ്റെ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ടാവും. ഇതിലേക്ക് ആ മിക്സി ജാർ കൂടി കഴുകിയൊന്ന് ഒഴിച്ച് ഫുൾ കറി ഡ്രൈ ആവണം, വെന്തടയരുത്. അപ്പോഴേക്കും അടുത്ത അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കടുക്, 2 വറ്റൽമുളക് മുറിച്ചത്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച തേങ്ങയിട്ട് നല്ല ചുവക്കെ വറുക്കുക. അപ്പോഴേക്കും നമ്മുടെ കറി ഡ്രൈ ആയിട്ടുണ്ടാകും. ഓഫ് ചെയ്ത് വെക്കാം. ഇതുപോലെ നമ്മുടെ തേങ്ങ നല്ല റെഡ് കളറാവണം. ഇതിലേക്ക് നമ്മുടെ കറിയിട്ട് നല്ലപോലെ ഇളക്കുക. ഇളക്കി ഉടയ്ക്കരുത്. ഡ്രൈ ആവണം. നമ്മുടെ കറി റെഡിയായി. ഇതാണ് എൻ്റെ ശൈലിയിൽ ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടുകറി. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടവുമാണ്. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.